ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സബ്ജക്റ്റ് ചെയ്യുന്നത് ഐഫോൺ ഫോണുകളുടെ ബാറ്ററിയും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളുടെ ബാറ്ററിയും. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ബാറ്ററികളിൽ നല്ലത് ഏതാണ് ചെയ്യുക, ഐഫോണിന് ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ഏതാണ്, ഷോപ്പുകളിൽ നിന്നൊക്കെ മാറ്റി കഴിഞ്ഞാൽ നന്നാകുമോ എന്നുള്ളൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഒരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോണുകൾ നമുക്ക് നോക്കി നോക്കാം. ആൻഡ്രോയിഡ് ഫോണുകളിൽ ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ ഈ പുതിയ ഫോണുകളിൽ കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരുന്നത് ഓവർ ചാർജിങ് ആണ് കൂടുതൽ പ്രശ്നം വരുന്നത്. രാത്രി ചാർജ് ചെയ്തതിന് ശേഷം രാത്രി ഉറങ്ങുക, രാവിലെ എടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ടീമിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററിയിൽ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പിന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കുത്തിയിട്ട് തന്നെ നമ്മൾ ഗെയിം കളിക്കുക, ഒരുപാട് യൂസ് ചെയ്യുക, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫോൺ യൂസ് ചെയ്യാം. ആ രീതിയിൽ ചാർജ് കുത്തി വെച്ചിട്ട് ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ബാറ്ററി കംപ്ലൈൻറ്റ് വരും, ബോർഡിന് കംപ്ലൈൻറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ പവർ സെക്ഷനിൽ ഫോൺ ഡെഡ് ആകാൻ വേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കംപ്ലൈൻറ്റുകൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ കാലക്രമേണ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഫോണുകളിൽ അതിനനുസരിച്ചിട്ട് ബാറ്ററിയിൽ ബാക്കപ്പ് വേരിയേഷൻ വരും, ബാറ്ററി ബൾജാവും, അങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഫോണിൽ ബാറ്ററി വീക്കായി തുടങ്ങിയാൽ ഫോൺ നന്നായിട്ട് ഹീറ്റ് ആകണമെന്ന് ആദ്യം ശ്രദ്ധിക്കുക. അതിന് ശേഷം ഒരു ഷോപ്പിലോട്ട് കൊടുക്കുക, സർവീസ് സെൻറ്ററിൽ പോകണം, സർവീസ് സെൻറ്ററിൽ കൊടുക്കുക. ഫസ്റ്റ് അവിടെ നിന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇൻറ്റേർണൽ ഷോർട്ട് ഉണ്ട്, നോർമൽ ഷോർട്ട് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഈ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനൽ ബാറ്ററിനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ബാറ്ററിൻ്റെ അതേ രീതിയിൽ തന്നെ ബാക്കപ്പ് എല്ലാ രീതിയിലും കിട്ടുന്ന ബാറ്ററികൾ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. വാറൻറ്റിയുള്ള ബാറ്ററികളുണ്ട്. പണ്ടത്തെ പോലെ മോശമായിട്ടുള്ള കമ്പനികളൊന്നും ഇപ്പോൾ വരുന്നില്ല. എല്ലാവർക്കും നല്ല ലൈഫ് കിട്ടുന്ന ബാറ്ററി തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് ആൻഡ്രോയിഡിൻ്റെ കേസുകൾ. സാംസങ്ങിൻ്റെ ബാറ്ററികളിൽ കംപ്ലൈൻറ്റ്സ് കുറവാണ്. അപ്പോൾ അങ്ങനെയാണ് ആൻഡ്രോയിഡിൻ്റെ കേസുകൾ വരുന്നത്. പിന്നെ ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ 3 രീതിയിൽ തന്നെ ബാറ്ററി മാറ്റാം. ഒന്ന്, അതിൽ പഴയ BMS യൂസ് ചെയ്തിട്ട് തന്നെ. ഇപ്പോൾ BMS എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ട് ഹിസ്റ്ററിയിൽ വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സെല്ല് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ പഴയ BMS മീൻസ് അതിൻ്റെ ബാറ്ററി കൺട്രോൾ സ്ട്രിപ്പ്, അതിലാണ് അതിൻ്റെ ചിപ്പും അതിൻ്റെ IC എല്ലാം പഴയ ഒറിജിനൽ തന്നെ യൂസ് ചെയ്തതിന് ശേഷം പുതിയ സെല്ല് നമ്മൾ അതിൽ വെൽഡ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം ചെയ്തിട്ട് അത് 100 ഹെൽത്തിലോട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് പാർട്ടി ഹിസ്റ്ററിയിൽ നമുക്ക് ഒരു രീതിയിലും ബാറ്ററി ചേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് തോന്നില്ല. കറക്റ്റ് ഒറിജിനൽ പാർട്സ് തന്നെ ആയിരിക്കും. പക്കാ രീതിയിൽ തന്നെ നമുക്ക് ബാക്കപ്പ് കിട്ടും. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലിബ്രേഷൻ ബാറ്ററി ഐഫോൺ 12 ശേഷമാണ് മാർക്കറ്റിൽ അവൈലബിൾ. കാലിബ്രേഷൻ ബാറ്ററി എന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ള ബാറ്ററിയാണ് വരുന്നത്. അതിൽ വിത്ത് BMS പറയുമ്പോൾ അതിൻ്റെ സ്ട്രിപ്പും അതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് അതിലുണ്ടാവും. അതിനോട് തന്നെ ഒരു IC ഉണ്ടാവും. അത് കാലിബ്രേറ്റ് ചെയ്തിട്ട് ഈ ബോർഡായിട്ട് പാച്ച് ചെയ്തതിന് ശേഷം അതിൽ ജെന്യൂൻ പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതും അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഫോണുകളിൽ അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷൻ തേർഡ് പാർട്ടി ബാറ്ററികൾ. തേർഡ് പാർട്ടി കമ്പനികൾ നിർമ്മിക്കുന്ന ബാറ്ററികളുണ്ട്. ഈ തേർഡ് പാർട്ടി കമ്പനികൾ നിർമ്മിക്കുന്ന ബാറ്ററികളിൽ ഇതുപോലെ തന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട്, ക്വാളിറ്റി ഉള്ളതുണ്ട്. പക്ഷേ ഒരുപാട് ഹൈ റെൻ്റ് ആയിട്ടുള്ള ഐഫോണുകളിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ സെല്ല് ബാറ്ററി ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ഈ കാലിബ്രേഷൻ ബാറ്ററി നമുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ബാക്കപ്പ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നത് ഈ 2 ബാറ്ററികളിലാണ് അത്യാവശ്യം നമുക്ക് ബാക്കപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കമൻറ്റിൽ ചോദിച്ചോളൂ, നമ്മൾ അതിനനുസരിച്ച് റീപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. അതിനോടൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട്. ഓക്കെ.